നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മാടക്കത്ര താണിക്കുടം പുഴ ഒന്നാം ഘട്ട സമഗ്ര വികസനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ 15 ദിവസത്തെ സമയം നൽകി നോട്ടീസ് നൽകണം എന്ന് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ BS പാർവതിക്ക് തൃശൂർ ആദരണീയം സാംസ്കാരിക പൗരാവലി സ്വീകരണം നൽകി. കർഷക സംഘം മണലിത്തറ മേഖലാ കൺവെൻഷൻ AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മാടക്കത്ര പഞ്ചായത്തിലെ താണിക്കുടം പുഴ ഒന്നാം ഘട്ട സമഗ്ര വികസനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. താണിക്കുടം സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വൈസ് പ്രസിഡന്റ് സണ്ണി ചിന്നിക്കര, PS വിനയൻ, PR സുരേഷ് കുമാർ, സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ, KP പ്രശാന്ത്, മിഥുൻ തീയത്ത്, ജിൻസി ഷാലി, ജെയ്മി ജോർജ് എന്നിവർ പങ്കെടുത്തു. M ശിവദാസൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NP ബിന്ദു നന്ദിയും അറിയിച്ചു. നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടുകൂടി സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ആദ്യമേ അറിയിക്കുകയാണ്. 2021-22 സാമ്പത്തിക വർഷം അംഗീകാരം കിട്ടിയ ഒരു പദ്ധതിയാണ്. പക്ഷേ ഈ പദ്ധതിക്ക് അംഗീകാരം കിട്ടുമ്പോൾ MLA-മാർക്ക് നിർദ്ദേശിക്കാവുന്ന പ്ലാൻ ഫണ്ടിൽ 20% തുക ആദ്യഘട്ടത്തിൽ തന്നെ എടുക്കാം എന്ന പ്രത്യേകതകളോടുകൂടി അനുവദിക്കപ്പെട്ട ബഡ്ജറ്റ് വിഹിതമാണ് 5 കോടി രൂപ ചെലവിൽ താണിക്കുടം പുഴ നവീകരിക്കുക എന്ന ആശയത്തിലേക്ക് വന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഞങ്ങളെല്ലാവരും ചേർന്ന് അതിഭീകരമായിട്ടുള്ള പ്രളയങ്ങൾ ഈ പുഴയിലൊരു നിത്യസംഭവമായി മാറിക്കഴിഞ്ഞ ഘട്ടത്തിലാണ് പുഴയുടെ വഴി സമഗ്രമായി ഒഴുക്കാൻ നമുക്ക് ആവശ്യമായ മണലെടുത്തും അതിൻ്റെ തീരങ്ങളെ കെട്ടി വൃത്തിയാക്കി, എന്നാൽ അതിന് തുല്യമാകുന്ന വിധത്തിൽ പുറംപോക്കുകൾ ഒഴിപ്പിച്ചും തടയണകൾക്ക് സമ്പൂർണ്ണത പകർന്നുമൊക്കെ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള താണിക്കുടം പുഴയെ ഒന്ന് സവിസ്തരമായിട്ടുള്ള പുനർനിർമ്മാണത്തിന് വിധേയമാക്കണമെന്ന ആശയത്തിലേക്ക് വന്നു. അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു സമഗ്രമായ പദ്ധതി തയ്യാറാക്കി. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ചേർന്ന് പുഴയുടെ തീരത്തോടു കൂടി ഉള്ള ഇടങ്ങളിൽ ഒറ്റക്കാല് വെച്ച് നടക്കാനും തീരുമാനിച്ചു. അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ വിധത്തിൽ താണിക്കുടം പുഴയിലുണ്ടായ ധാരാളമായിട്ടുള്ള കയ്യേറ്റങ്ങൾ, താണിക്കുടം പുഴയുടെ ശോചനീയമായ അവസ്ഥ, ഇതെല്ലാം പരിഹരിക്കാൻ വളരെ സമഗ്രമായിട്ടുള്ള ഒരു പരിശ്രമം വേണം എന്ന് ഞങ്ങൾ ആലോചിച്ചു. സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മറ്റു വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും മാർഗനിർദ്ദേശം നൽകി ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. ഉടമയ്ക്കോ താമസക്കാരനോ മുൻകൂർ നോട്ടീസ് നൽകാതെ പൊളിക്കാൻ പാടില്ലെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. 2024 നവംബറിൽ ഉത്തരവ് നടപ്പാക്കാനുള്ള സംസ്ഥാന നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കം. നോട്ടീസ് നൽകി 15 ദിവസത്തെ സാവകാശം അനുവദിക്കണം. പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പങ്കാളികളെ അറിയിക്കാൻ അധികാരികൾ പ്രത്യേക വെബ് പോർട്ടൽ ആരംഭിക്കും. മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കും. മാർഗനിർദ്ദേശം ലംഘിച്ച് കെട്ടിടം പൊളിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം നൽകാനും പുനർനിർമ്മാണത്തിനുള്ള ചിലവുകൾ വഹിക്കാനും ഉദ്യോഗസ്ഥർക്കാണ് ബാധ്യത. പൊളിക്കുന്നതിനുള്ള നോട്ടീസ് രജിസ്റ്റർ ചെയ്ത തപാൽ വഴിയാണ് അയക്കേണ്ടത്. കെട്ടിട ഉടമയ്ക്ക് കോടതിയെ സമീപിക്കാൻ 15 ദിവസത്തെ സമയം നൽകണം. സ്വന്തം നിലയ്ക്ക് കെട്ടിടം പൊളിക്കാൻ ഉടമ തയ്യാറാണെങ്കിൽ 15 ദിവസം കൂടി അനുവദിക്കണം. ഈ 2 നടപടികളും ഉടമ അവലംബിച്ചില്ലെങ്കിൽ കെട്ടിടം പൊളിക്കാൻ കഴിയും.
തദ്ദേശ സ്ഥാപനങ്ങൾ പൊളിക്കുന്നതിന് നോട്ടീസ് നൽകുമ്പോൾ ജില്ലാ കളക്ടറെ അറിയിക്കണം. 3 മാസത്തിനകം പൊളിക്കൽ നടപടികളുടെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന വെബ് പോർട്ടൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആരംഭിക്കണം. പൊതുജനങ്ങൾക്ക് പരിശോധിക്കാൻ സൗകര്യമൊരുക്കണം. കെട്ടിട ഉടമയുടെ ഭാഗവും കേൾക്കണം. എന്തുകൊണ്ടാണ് ഉടമയുടെ ആവശ്യം നിരസിക്കുന്നത് എന്ന് ഉത്തരവിൽ വ്യക്തമാക്കണം. പൊളിക്കുകയാണെങ്കിൽ 2 സാക്ഷികളുടെ ഒപ്പ് ശേഖരിച്ച് നടപടിക്രമത്തിന്റെ ദൃശ്യങ്ങൾ രേഖപ്പെടുത്തി റിപ്പോർട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വേണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ 2025ന്റെ ഭാഗമായി 2025 ജനുവരി 1 യോഗ്യതാ തീയതിയായ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ 2338 പോളിംഗ് സ്റ്റേഷനുകളിലായി ആകെ 26,74,625 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 12,77,491 പുരുഷ വോട്ടർമാരും 13,97,098 സ്ത്രീ വോട്ടർമാരും 36 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. 2024 വർഷത്തെ അന്തിമ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ 83,904 വോട്ടർമാരുടെ വർധനവുണ്ടായിട്ടുണ്ട്. സമ്മതിദായകരുടെ അനുപാതം സ്ത്രീ പുരുഷ അനുപാതം 1094. പുതുതലമുറ വോട്ടർമാരായ 18 മുതൽ 19 വയസ്സ് വരെയുള്ളവർ 33,985, 26,881 ഭിന്നശേഷി വോട്ടർമാർ, 4,055 പ്രവാസി വോട്ടർമാരും 1,660 സർവീസ് വോട്ടർമാരും ഉണ്ട്. ആക്ഷേപങ്ങളും അവകാശങ്ങളും തീർപ്പാക്കിക്കൊണ്ട് 13 മണ്ഡലങ്ങളിലെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കി. ജില്ലാതല പ്രസിദ്ധീകരണം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 84 നമ്പർ ബൂത്ത് ലെവൽ ഓഫീസർ CJ ബിനോയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. വോട്ടർ പട്ടിക ബന്ധപ്പെട്ട ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും കാര്യാലയത്തിൽ പ്രസിദ്ധീകരിക്കും. പ്രിന്റ് ചെയ്ത കോപ്പി, ഡിജിറ്റൽ കോപ്പി അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായി ലഭിക്കും. ceo.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ രൂപം ലഭ്യമാണ്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെക്കുന്നതായി ജോയ് പ്ലാശ്ശേരി പറഞ്ഞു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി ജോയ് പ്ലാശ്ശേരി പറഞ്ഞുവെന്നത് വാസ്തവമല്ലെന്ന് ലീവ് അപേക്ഷ കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും ജോയ് പ്ലാശ്ശേരി അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ പറഞ്ഞ ജില്ലാ സെക്രട്ടറി എന്നത് ശരിയല്ല, ജോയ് പ്ലാശ്ശേരി ഏരിയ സെക്രട്ടറിയാണ് എന്നും തിരുത്തിയിരിക്കുന്നു. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് VS പാർവതിക്ക് തൃശൂർ ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ അനുമോദനം. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിനർഹയായ നെട്ടിശ്ശേരി ശ്രീ പത്മത്തിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീം അംഗമായിരുന്ന VB സന്തോഷിന്റെയും വിനീതയുടെയും മകളും കാർഷിക സർവകലാശാല മുൻ ജോയിന്റ് രജിസ്ട്രാർ V ബാലഗോപാലന്റെ പേരക്കുട്ടിയും മുക്കാട്ടുകര സെന്റ് ജോർജസ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ VS പാർവതിയെ തൃശൂർ ആദരണീയം സാംസ്കാരിക പൗരാവലി അനുമോദിച്ചു. നെട്ടിശ്ശേരി മിനി നഗറിലുള്ള വസതിയിൽ വെച്ച് മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TV ചന്ദ്രമോഹൻ, ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി. സെന്റ് ജോർജസ് UP സ്കൂൾ പ്രധാനാധ്യാപിക CL ലിനറ്റ് കുട്ടിയുടെ കഴിവിനെപ്പറ്റിയും അർഹതയെപ്പറ്റിയും ആമുഖം നൽകി. അഡ്വക്കേറ്റ് S അജി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ, K ഗോപാലകൃഷ്ണൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരണം ഒരു പാർവതിയെ പോലെ ഒരു കൊച്ചുകുട്ടിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ടൊരു സമ്മാനം കിട്ടി. അതിൽ നാട്ടുകാരും അഭ്യുദയ കക്ഷികളും ഒക്കെ ഒരുമിച്ച് കൂടി ഒരു അനുമോദനം കൊടുക്കുക എന്നത് വലിയൊരു കാര്യമാണ്. ബാലഗോപാലൻ, ഞാൻ ചന്ദ്രമോഹനൊക്കെ വളരെ കാലമായിട്ട് ബാലഗോപാലനെ അറിയുന്ന ആളാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ജീവനക്കാരുടെ നേതാവ് എന്ന നിലയ്ക്കാണ് ബാലഗോപാലൻ്റെ പേരും. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയാണെങ്കിൽ പത്രദ്വാര കാര്യങ്ങൾ വന്നായിരുന്നു. ഉപയോഗം സ്കൂളിലും അക്ഷരായനം പരിപാടിക്ക് വരാറുണ്ട്. സമ്മാനങ്ങൾ കൈക്കൊള്ളാറുണ്ട്. നാട്ടുകാരെല്ലാവരും ഇവിടെ കൂടിയിട്ട് ജെൻസൺ ഇവിടുത്തെ പ്രധാന ആളെന്ന നിലയ്ക്ക് ഇതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് വന്നു.
ഇത് ഇരട്ടി മുതൽ എന്ന് പറഞ്ഞ മാതിരി ഇന്ന് വിചാരിക്കാത്ത കിട്ടുന്ന നിധി കൂടിയാണ് നമ്മുടെ അയ്യം വിജയന്റെ. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി സഹകരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതർക്കായി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയിൽ പരിഗണിക്കാൻ യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. തൃശൂർ ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18നും 55നും മധ്യേ പ്രായമുള്ളവർക്ക് പാലിനും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വിപണന സാധ്യതയുള്ള തൃശൂർ ജില്ലയിലെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മിൽമ ഷോപ്പി അല്ലെങ്കിൽ മിൽമ പാർലർ ആരംഭിക്കാൻ തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരമുണ്ട്. ആവശ്യമായ വായ്പ കോർപ്പറേഷന്റെ നിബന്ധനകൾക്ക് വിധേയമായി അനുവദിക്കും. ജാമ്യമായി 5 സെന്റിൽ കുറയാത്ത വസ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യം ഹാജരാക്കണം. കോർപ്പറേഷനും മിൽമ അധികൃതരും സംയുക്തമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ സംരംഭം ആരംഭിക്കാം. ആവശ്യമായ സ്ഥലവും കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും അപേക്ഷകൻ സ്വന്തമായി സജ്ജീകരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് സംരംഭം സുഗമമായി നടത്താൻ ഉൽപ്പന്നങ്ങളും സാങ്കേതിക സഹായവും മിൽമ ലഭ്യമാക്കും. താൽപര്യമുള്ള അപേക്ഷകർ വിശദവിവരങ്ങൾക്ക്
തൃശൂർ ടൗൺ ഹാളിന് എതിർവശത്തുള്ള കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9400068508. കുട്ടികളിലെ വിഭിന്നശേഷികളെ സമഗ്രമായി വിലയിരുത്തുന്നതാകണം പരീക്ഷാ രീതികളെന്നും കേവലം അറിവ് പരിശോധനയായി പരീക്ഷകൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രക്ഷാകർതൃ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേജർ. കുട്ടികളുടെ കഴിവുകൾ വളർത്താൻ അധ്യാപകരും രക്ഷകർത്താക്കളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പ്രധാന അധ്യാപകൻ VM ഹനീഫ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ഷെരീഫ്, സ്കൂൾ വികസന സമിതി ചെയർമാൻ VB അഹമ്മദ്, റീന ടീച്ചർ, വിനേഷ് ജോയ്സ് എന്നിവർ പ്രസംഗിച്ചു. രക്ഷകർത്താക്കളുടെ സംശയങ്ങൾക്ക് മേജർ മറുപടി നൽകി. കേരളത്തിലെ മികച്ച NCC ഓഫീസറും 78 തവണ രക്തദാനം ചെയ്ത് മാതൃകയായ മേജർ PJ സ്റ്റൈജുവിനെ യോഗം ഉപഹാരം നൽകി ആദരിച്ചു. ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധ മതി വിടാം. പിന്നെ ബാക്കി 30 മിനിറ്റ് വളരെ അലക്കാണെങ്കിൽ 8 സെക്കൻഡ് പേപ്പർ നമ്മുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ചെറുതോ വലുതായ പ്രശ്നങ്ങൾ ഊതി പേരിച്ച് വലുതാക്കിയാണ്. ചിലപ്പോൾ നമ്മുടെ മക്കളെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അത് അവർ പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാവരും കർഷകരാവുക, എല്ലാവരും കർഷക സംഘം അംഗമാവുക എന്ന ആശയ പ്രചരണത്തിന്റെ ഭാഗമായി മണൽത്തറ മേഖലാ കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് VC സജീന്ദ്രന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി B ഷിറാസ് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ കരട് നിർദ്ദേശം അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം E ഉമാലക്ഷ്മി, CPIM തെക്കുംകര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി AK സുരേന്ദ്രൻ, മേഖലാ ട്രഷറർ സബിത സതീഷ് എന്നിവർ സംസാരിച്ചു. കമ്മിറ്റികളിലെ മുഴുവൻ ആളുകൾ EMS ഒഴികെ പറഞ്ഞു പാട്ടം ഒരു അല്പം കുറച്ചു കൊടുക്കേണ്ടതാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ, ഒരു ചെറിയ രീതിയിൽ ഇളവ് അനുവദിക്കുന്നു, കൊള്ളാം. EMSനെ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. EMS പറഞ്ഞു അങ്ങനെ അല്ല വേണ്ടത്, പാട്ടത്തെ കുറിച്ച് ചർച്ച ചെയ്യല്ല വേണ്ടത്, പാട്ടം ഇല്ലാതാക്കലാണ് വേണ്ടത്. എന്നത് പറയണമെന്നറിയോ? 38-39 കാലഘട്ടത്താണെന്ന് ആലോചിക്കണം. 1938-39. നടത്തറ പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പൂച്ചട്ടി സെന്ററിൽ പഞ്ചായത്ത് തല ശുചീകരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അജൈവ മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മസേനയ്ക്ക് നൽകുക, ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുക, നിരോധിത വസ്തുക്കൾ ഉപേക്ഷിക്കുക, മാലിന്യങ്ങൾ പൊതുകുളങ്ങളിലോ സ്ഥലങ്ങളിലോ വലിച്ചെറിയുന്നതോ കത്തിക്കുന്നതോ ശിക്ഷാർഹമാണ്. എല്ലാ സ്ഥാപനങ്ങളിലും അജൈവ ജൈവ മാലിന്യങ്ങൾ തരം തിരിച്ച് ശേഖരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത് അധ്യക്ഷനായി. സെക്രട്ടറി K പ്രദീപ്, കുടുംബശ്രീ ചെയർപേഴ്സൺ ജീജ ജയൻ, CDS മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ റെയിൽവേ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. സോഷ്യൽ വർക്കിൽ ബിരുദം, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 50 വയസ്സ്. വാക്ക് ഇൻ ഇന്റർവ്യൂ ജനുവരി 15 രാവിലെ 10 സിവിൽ സ്റ്റേഷനിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ. ഉദ്യോഗാർത്ഥികൾ രാവിലെ 10 യോഗ്യതയും പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനുള്ള രേഖകളും സഹിതം എത്തിച്ചേരണം. വൈകി വരുന്നവരെ പരിഗണിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 0487236445. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds,
കാളത്തോട് തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകൾ തുടരുന്നു. ഹൈന്ദവ ആചാരങ്ങളെ തച്ചു തകർക്കാൻ ഗൂഢാലോചന നടന്നുവരികയാണെന്ന് കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം സ്വാമി ദേവചൈതന്യ സരസ്വതി പറഞ്ഞു. തൃശൂർ പൂരം തകർക്കാൻ ദേവസ്വം ബോർഡും സർക്കാരും നടത്തിയ ശ്രമം ജനങ്ങൾ കണ്ടു. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഗോപുര സമർപ്പണം CPM വൽക്കരണത്തിനെതിരെ ഭക്തജന സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സനാതനധർമ്മത്തെ മോശമായി ചിത്രീകരിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ശ്രമം വിലപ്പോകില്ല. ഭക്തജന സമിതി പ്രസിഡന്റ് P സുനിൽകുമാർ അധ്യക്ഷനായി. K രാമചന്ദ്രൻ, K ശിവദാസൻ, EV നാരായണൻ, K പ്രകാശൻ, T ദിനേശൻ എന്നിവർ സംസാരിച്ചു. ആചാരങ്ങളെ, ആചരണങ്ങളെ, വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തച്ചു തകർക്കുന്നതിന് വേണ്ടിയുള്ള നിഗൂഢമായ നീക്കത്തിന്റെ പരിണിത ഫലമായി അനന്തപുരിയുടെ അന്തപുരത്തിൽ അന്തിയുറങ്ങുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ കീഴാളന്മാരെ കുടിയിരുത്തുന്ന കുടിലുകളായി കേരളത്തിലെ ക്ഷേത്രങ്ങളെ മാറ്റിമറിക്കുന്ന മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ ഉദ്ദേശം സർക്കാർ പറയുന്ന കണക്കുകൾ, ലഭ്യമാകുന്ന കണക്കുകൾ ശരിയെങ്കിൽ ഏതാണ്ട് 42,000-ത്തിലധികം വരുന്ന ക്ഷേത്രങ്ങൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളിയുടെ തിരുനാൾ കൊടിയേറ്റം ജനുവരി 5-ാം തീയതി ഞായറാഴ്ച ഇടവക വികാരി ഫാദർ ഡേവിസ് തലോക്കാരൻ നിർവഹിച്ചു. സഹവികാരി ഫാദർ സിൻഡോ ജോസ്, ഇടവക കൈക്കാരന്മാരായ വർഗീസ് ജെ ഒല്ലുകാരൻ, ഇഗ്നേഷ്യസ് ജോസഫ്, പാരിഷ് കൌൺസിൽ അംഗങ്ങൾ, മറ്റിടവകാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. ജനുവരി 9, 10, 11, 12 തീയതികളിലാണ് തിരുനാൾ. പ്രധാന വാർത്തകൾ വീണ്ടും. മാടക്കത്ര താണിക്കുടം പുഴ 1-ാം ഘട്ട സമഗ്ര വികസനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ 15 ദിവസത്തെ സമയം നൽകി നോട്ടീസ് നൽകണം എന്ന് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ VS പാർവതിക്ക് തൃശൂർ ആദരണീയം സാംസ്കാരിക പൗരാവലി സ്വീകരണം നൽകി. കർഷക സംഘം മണലിത്തറ മേഖലാ കൺവെൻഷൻ AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.